നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കൈവിരൽ ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തി. അടിയന്തര റിപ്പോർട്ട് തേടി വീണ ജോർജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കൈവിരലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ചെറുവണ്ണൂർ മധുരബസാറിലെ കുട്ടിക്കാണ് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഗുരുതരമായ ചികിത്സാ പിഴവിന് ഇരയാകേണ്ടി വന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളം, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. VD സതീശന് എതിരായ പുനർജനി കേസ് അന്വേഷണം ഊർജിതമാക്കി ED. പരാതിക്കാരന്റെ മൊഴിയെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരായ പുനർജനി കേസിൽ അന്വേഷണം ഊർജിതമാക്കി ED. പരാതിക്കാരൻ ജെയ്സൺ പാനിക്കുളങ്ങരയുടെ മൊഴിയെടുത്തു. കേസിൽ കൂടുതൽ തെളിവുകൾ EDക്ക് കൈമാറിയതായി പരാതിക്കാരൻ. വിദേശ നാണ്യവിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടാണ് ED അന്വേഷണം. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ VD സതീശന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ED അന്വേഷണം. ഭവന പദ്ധതിയുടെ പേരിൽ അനധികൃതമായി പണപ്പിരിവ് നടത്തിയെന്നാണ് പരാതി. പദ്ധതിയുടെ ഭാഗമായി VD സതീശന്റെ വിദേശയാത്ര, പണപ്പിരിവ്, പണത്തിന്റെ വിനിയോഗം എന്നിവയാണ് ED അന്വേഷിക്കുന്നത്. ഭാര്യയുടെ കാൽ ചുറ്റിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ഭാര്യയുടെ കാലിൽ ചുറ്റിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. പാലോട് സ്വദേശി സോജിയാണ് ഭാര്യ ഗിരിജയുടെ കാലിൽ പരിക്കേൽപ്പിച്ചത്. കരിമൺകോട് വനത്തിൽ വെച്ചാണ് സംഭവം. ഭാര്യയെ കാട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ആക്രമിച്ചത്. സോജിയും ഷൈനിയും ഏറെ നാളുകളായി പിണക്കത്തിലായിരുന്നു. ഷൈനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാങ്ങോട് പോലീസ് പ്രതി സോജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ ജർമ്മനിയിൽ എത്തിയെന്ന് സൂചന. സിംഗപ്പൂരിൽ നിന്നും രാഹുൽ ജർമ്മനിയിൽ എത്തിയെന്ന സൂചനകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇതോടെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. സിറ്റി പോലീസ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് മുഖേന CBIയിലേക്ക് ഇന്റർപോൾ സഹായം തേടാനുള്ള നടപടികളിലേക്കും കടക്കും. രാഹുലിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുന്നതിനായുള്ള നോട്ടീസ് നൽകി. കൂടാതെ ഇന്റർപോൾ മുഖേന ജർമ്മനിയിൽ ഉപയോഗിക്കുന്ന NRI അക്കൗണ്ടുകളും മരവിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. കമ്പത്ത് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാളികളെ. തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 3 പേരും മലയാളികളാണെന്ന് സ്ഥിരീകരണം. കോട്ടയം തുപ്പള്ളി കാഞ്ഞിരത്തുമൂട് സ്വദേശികളായ ജോർജ് പീസ് കറിയ, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത്. ഇവർ വാഗത്താനത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇവരെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് കുമളി കമ്പം പ്രധാന പാതയോട് ചേർന്ന് കൃഷിയിടത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്.
കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലും മുൻ സീറ്റിലുമായാണ് പുരുഷന്മാരുടെ മൃതദേഹം കണ്ടെത്തിയത്. സ്ത്രീയുടെ മൃതദേഹം പിൻസീറ്റിൽ വിൻഡോ ഗ്ലാസിൽ മുഖം ചേർത്ത് വെച്ച നിലയിലാണ് കണ്ടെത്തിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.